കുട്ടികളെ പെട്ടെന്ന് ആക്കുമ്പോഴാണ് നിങ്ങൾക്ക് തർക്കം തരുന്നുണ്ടെങ്കിൽ പറയാൻ പോവുകയാണ്. എല്ലാവരും ശ്രദ്ധിച്ചു കേട്ടാലും ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രാത്രിയിൽ നിന്ന് നിസ്കരിക്കുകയാണ്. എത്രത്തോളം എന്നാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലിൽ നീർക്കെട്ടി വീർക്കാൻ തുടങ്ങി. അത്രയും നീണ്ട നിസ്കാരം. ഇത് കണ്ട റസൂലിന്റെ പ്രിയ പത്നി ആയിഷ റളിയല്ലാഹു അൻഹ നബി തങ്ങളോട്
ഇപ്പോൾ ഗാനം ജനിതിയെ ഓ മുത്തി മണത്ത സലാം ചൊരിഞ്ഞിരട്ടെ മുത്തനബിയെ സത്യനിധിയെ ഓ മുത്തി മണത്ത സലാം ചൊരിഞ്ഞിരട്ടെ സല്ലി റബ്ബനാ അലൈഹി സലാം സയ്യിദുൽ ആലമീനായ റസൂൽ സലാം സല്ലി റബ്ബനാ അലൈഹി സലാം സയ്യിദുൽ ആലമീനായ റസൂൽ സലാം ആകാശപ്പൊന്നിലവ് ആലം പൂവ് തുഞ്ചിവ് ആരംഭപ്പൂവേ ഇതിനും തെളിവേ ഈ മണ്ണം വെണ്ണും അത് ഓതി പാടുന്നതവേ ആരംഭപ്പൂവേ ഇതിനും തെളിവേ ഈ മണ്ണം വെണ്ണും അത് ഓതി പാടുന്നതവേ മുത്ത് നബിയെ യാ സത്യനിധിയെ ഓ മുത്തി മണത്ത സലാം ചൊരിഞ്ഞിരട്ടെ മുത്ത് നബിയെ യാ സത്യനിധിയെ ഓ മുത്തി മണത്ത സലാം ചൊരിഞ്ഞിരട്ടെ തൗഹീദിൻ ദേശം കാരുണ്യദേശം കരപ്പം തിളങ്ങിയിടും നിന്റെ വശം തൗഹീദിൻ ദേശം കാരുണ്യദേശം കരപ്പം തിളങ്ങിയിടും നിന്റെ വശം തട്ടിത്തെറിഞ്ഞിടുന്നില്ല സമസ്തകങ്ങൾ തട്ടകങ്ങളെല്ലാം മാറ്റി മാതരങ്ങൾ ഈ തീരാത്തത് നിന്റെ തെറിവിളികൾ നാം തീർത്താടും മക്കിന്റെ നാളുകൾ തീർത്തെങ്കിലും ത്യാഗത്തിന്റെ തേപ്പുള്ള സ്വപ്നത്തിന്റെ തീരം വരവായി അനരം വരവായി തങ്കത്തെങ്കലും കുഞ്ചിങ്കാരങ്ങൾ നിറവായി തീരം വരവായി അനരം വരവായി തങ്കത്തെങ്കലും കുഞ്ചിങ്കാരങ്ങൾ നിറവായി മുത്ത് നബിയെ സത്യനിധിയെ ഓ മുത്തി മണത്ത സലാം ചൊരിഞ്ഞിരട്ടെ മുത്ത് നബിയെ സത്യനിധിയെ ഓ മുത്തി മണത്ത സലാം ചൊരിഞ്ഞിരട്ടെ പുണ്യങ്ങൾ പൂക്കും പാരിൽ ജോലിക്കും പുഞ്ചിരി ചൊല്ലിത്തീർക്കും മണ്ണിൽ വന്നിടും പുണ്യങ്ങൾ പൂക്കും പാരിൽ ജോലിക്കും പുഞ്ചിരി ചൊല്ലി തീർക്കും മണ്ണിൽ വന്നിടും പാവങ്ങൾക്കും ദീനങ്ങൾക്കും എന്തണലായി പാലകന്റെ അമലുകൾ ഉരത്തിടലായി ഇപ്പോരീശത്തിങ്ങും പ്രവാചകത്വം അപ്പാരാടും വർഗത്തിൻ നേതൃത്വം പാൽനീല പോകും ജോലി പാവാരാധീൻ തളി പാറിപ്പാർന്നേ പതകണിരുന്നേ അഭാവം നൽകി ഉമ്മത്തിന് സന്മറുണ്ടെന്നേ പാറിപ്പാർന്നേ പതകണിരുന്നേ അഭാവം നൽകി ഉമ്മത്തിന് സന്മറുണ്ടെന്നേ മുത്ത് നബിയെ സത്യനിധിയെ ഓ മുത്തി മണത്ത സലാം ചൊരിഞ്ഞിരട്ടെ മുത്ത് നബിയെ സത്യനിധിയെ ഓ മുത്തി മണത്ത സലാം ചൊരിഞ്ഞിരട്ടെ. അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ ഖാതിമിൻ നബി വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. 14-ാം രാവിന് സമാനമായ അധ്യക്ഷരെ, പരലോക വിജയത്തിന് വേണ്ടി ഇൽമ പഠിപ്പിക്കുന്ന ഉസ്താദുമാരെ, വാത്സല്യനിധികളായ കുരുന്നു മനസ്സുകളെ, ഇരുലോകത്തും വേണ്ടപ്പെട്ട രക്ഷിതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ലോക നേതാവിന്റെ അതേ ലോക സൃഷ്ടിക്കാൻ കാരണമായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മിലാദ് ആഘോഷം സന്ദർഭിച്ച പ്രവാചക പ്രേമികളെ, എന്നെ കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാം ഈ ഷഫീഖിന്റെ പ്രസംഗം പെട്ടെന്ന് നിർത്തുമെന്ന്. എന്റെ ഉപ്പ വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു. ഉപ്പക്ക് അല്ലാഹു മാപ്പ് നൽകി ഖബർ ജീവൻ സന്തോഷമാക്കി കൊടുക്കട്ടെ, ആമീൻ. എന്നാൽ എന്റെ പിതാവ് എന്റെ ജനനയ്ക്ക് ശേഷമാണ് മരണപ്പെട്ടത്. നമ്മുടെ നേതാവ് മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുന്നതിന് മുമ്പ് തന്നെ നബിയുടെ ഉപ്പ മരണപ്പെട്ടിരുന്നു. ആ ഉപ്പയുടെ പൂമുഖം കണ്ട് ആശ്രയിക്കാൻ ഭാഗ്യം ലഭിക്കാത്ത യതീമായിട്ടായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനം. വർഷങ്ങൾ കഴിഞ്ഞു. നടക്കാൻ ഓടാൻ പ്രായമായ സമയം ഉമ്മയും മരണപ്പെട്ടു. പൂർണ്ണമായി യതീമായി വളർന്നു. തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം യതീമുകളെ സന്ദേശിച്ച് ഒരു വാക്ക് പറഞ്ഞു, അനവക്കാഫിൽ യതീം ജന്നത്തിയാകത, ഞാൻ ഈ യതീമിനെ സന്ദർശിക്കുന്ന സ്വർഗത്തിൽ പ്രകാരമാണെന്ന് പറഞ്ഞു. നബിയുടെ ചൂണ്ടാവിരലും നടുവിരൽ ഉയർത്തി കാണിച്ചുകൊണ്ട് പറഞ്ഞു. നബിയുടെ ചൂണ്ടാവിരൽ ഉയർത്തി കാണിച്ചു. ആ പറഞ്ഞ വാക്കിന്റെ പൊരുൾ യതീമുകളെ സന്ദർശിക്കുന്നവർ നാളെ സ്വർഗത്തിൽ നബിയുടെ കൂടെ ആയിരിക്കുമെന്നാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുന്നു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗ പൂങ്കാവനത്തിൽ ഒരുമിക്കാൻ നമുക്ക് നമ്മുടെ മാതാപിതാക്കൾക്കും ഉസ്താദുമാർക്കും മരണപ്പെട്ടു പോയവർക്കും അല്ലാഹു തൗഫീഖ് നൽകട്ടെ, ആമീൻ എന്ന് ദുആ ചെയ്തതിനായി എന്റെ പ്രസംഗം ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മക്കയുടെ മരുഭൂമിയിലെ തമസ്സിന്റെ പുതപ്പുകളുടെ മൂടി പുതച്ച് സൂര്യൻ പ്രകാശത്തിലേക്ക് വളർന്നു വരാത്ത 6 നൂറ്റാണ്ടിന്റെ ജനതയിലേക്ക്